നവകേരള സദസ്സ് പൂർത്തിയാകുമ്പോൾ 6 ലക്ഷത്തിലേറെ പരാതികൾ ലഭിച്ചെങ്കിലും എത്ര എണ്ണം തീർപ്പാക്കാനായി എന്നതിൽ സർക്കാരിന് ഇപ്പോഴും ഒരു വ്യക്തതയുമില്ല. ജനുവരി ആദ്യവാരം എറണാകുളം ജില്ലയിലെ മാറ്റിവെച്ച നവകേരള സദസ്സ് കൂടി നടക്കുമ്പോൾ പരാതികളുടെ എണ്ണം ഇനിയും കൂടും. അപേക്ഷകൾ കൂമ്പാരം ആയിട്ടും അതിൽ എത്ര എണ്ണത്തിന് തീർപ്പ് കൽപ്പിക്കാനായി എന്ന വലിയ ചോദ്യം അവശേഷിക്കുന്നു. കേൾക്കാം ജനങ്ങളുടെ പ്രതികരണങ്ങൾ. നീതി കിട്ടാത്ത മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന നേരിട്ട പരാതികൾ കേട്ട പരിഹാരം കാണാം. നവകേരള സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനമായിരുന്നു ഈ പ്രഖ്യാപനം. മന്ത്രിമാർ നേരിട്ട പരാതികൾ കേൾക്കാതെ പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കി പരാതികൾ സ്വീകരിച്ചെങ്കിലും പരിഹാരം ഇനിയും ഏറെ അകലെയാണ്. മന്ത്രിസഭ കേരളത്തിലുടനീളം സഞ്ചരിച്ച 36 ദിവസത്തിനുള്ളിൽ സർക്കാരിന് മുന്നിലേക്കെത്തിയത് പരാതികളുടെ കൂമ്പാരമാണ്. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 6,21,167 പരാതികൾ. ഏറ്റവും അധികം പരാതികൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. 81,354 പരാതികളാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ലഭിച്ചത്. പാലക്കാട് നിന്ന് 61,234 പരാതികളും കൊല്ലത്ത് നിന്ന് 50,938 പരാതികളും പത്തനംതിട്ടയിൽ നിന്ന് 23,610 പരാതികളും ലഭിച്ചു. ആലപ്പുഴയിൽ നിന്ന് 53,044 തൃശ്ശൂരിൽ നിന്ന് 54,260 പരാതികളും കിട്ടി. കോട്ടയത്തെ കണക്കെടുത്താൽ 42,656 പരാതികളാണ് ലഭിച്ചത്. ഇടുക്കിയിൽ നിന്ന് 42,234, കോഴിക്കോട് നിന്ന് 45,897, കണ്ണൂരിൽ നിന്ന് 28,803 പരാതികളും ലഭിച്ചു. കാസർഗോഡ് നിന്ന് 14,704, വയനാട് നിന്ന് 20,388 പരാതികളുമാണ് സർക്കാരിന് മുന്നിലെത്തിയത്. ഇതിൽ എത്രത്തോളം പരാതികൾ പരിഹരിച്ചുവെന്ന കാര്യം ഔദ്യോഗികമായി ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. കിട്ടുന്ന പരാതികളിൽ തീർക്കാവുന്ന വകുപ്പുകൾക്ക് തീർക്കാവുന്ന പ്രശ്നങ്ങൾ ജില്ലയിൽ 30ഉം സംസ്ഥാനത്ത് 45 ദിവസത്തിനുള്ളിൽ നടത്തണം. അത് ചീഫ് സെക്രട്ടറി കൃത്യമായി മോണിറ്റർ ചെയ്യണം. ഇനി കിട്ടാത്ത പരാതികളുണ്ടാകും. ഞങ്ങൾ ഒരുപാട് പരാതികൾ നോക്കി. ലൈഫ് ലൈനിൽ അപേക്ഷ കൊടുക്കാത്തവർ ഞങ്ങൾക്കൊരു വീട് വേണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു. എന്താണിതിന് പോംവഴി എന്ന് പൊതുവായി തീരുമാനിക്കേണ്ടി വരും. കേരളത്തിൽ മാറ്റേണ്ട ചില നിയമ ഭേദഗതികൾ അത് ചിലപ്പോൾ കേരളത്തിൻ്റെ നിയമസഭ ചർച്ച ചെയ്യേണ്ടി വരും. ചിലത് ക്യാബിനറ്റ് ഇടപെട്ട് തീർക്കാവുന്നതാകും. സാധ്യമാകുന്ന നിലവിലുള്ള നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സാധ്യമാകുന്ന ജില്ലയിലെ പരാതികൾ 30 ദിവസത്തിനകവും സംസ്ഥാനത്തെ പരാതികൾ 45 ദിവസത്തിനകവും പരിഹരിക്കും. അതിനൊരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പല ജില്ലകളിലും ആദ്യ ആഴ്ചകളിൽ തീർത്ത പരാതികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. ചില പരാതികളിൽ പലതരത്തിലുള്ള നിയമക്കുരുക്കുള്ളതിനാൽ തീർപ്പാക്കാൻ സമയമെടുക്കുമെന്നാണ് സർക്കാർ വിശദീകരണം. ലഭിച്ച പരാതികൾ പരിഹരിക്കാൻ ഓരോ ജില്ലയിലും സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നതും സർക്കാർ പരിഗണനയിലുണ്ട്. ലഭിക്കുന്ന പരാതികൾ 15 ദിവസത്തിനകം തീർപ്പാക്കണമെന്ന് കർശന നിർദ്ദേശമുണ്ടായിട്ടും ഇതാണ് അവസ്ഥ. പരിഹാരം കണ്ട പരാതികൾ എത്രയെന്ന ചോദ്യത്തിന് മറുപടി നൽകാതെ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും MG പ്രതീഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. സജി മാങ്കോട് പറയുന്നു, പരാതികൾ പരിഹരിച്ചു വരികയാണ് SKN, നിങ്ങളൊന്ന് സമാധാനപ്പെട് എന്നാണ് പറയുന്നത്. ജനങ്ങൾക്ക് അങ്ങനെ സമാധാനപ്പെടാൻ കഴിയുമോ? അവർ പറയുന്ന കൂടി കേട്ടോളൂ. പിണറായി വിജയൻ ഇങ്ങനെ സ്കോഡുമായിട്ട് നടക്കുന്നു. ഞാൻ കണ്ട ശത്രുക്കൾ ആരും ഇല്ല. ഉണ്ടായാലും എന്തുവാ, ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മളെന്ത് പറയാം? അതുകൊണ്ട് അവർക്ക് സൂഹിക്കാൻ വേണ്ടി മാത്രം ഭരണാധികാരി സൂഹിക്കുക, മറ്റുള്ളവർ ദുഃഖിക്കുക, ബുദ്ധിമുട്ട് അനുഭവിക്കുക, അത്രമാത്രം. നവകേരള സദസ്സ് അത് തന്നെ ഒരു തട്ടിപ്പാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത് അടുത്ത പാർലമെൻറ്റ് ഇലക്ഷനെ ലക്ഷ്യമാക്കി ഇവർ നടത്തിയ ജനങ്ങളെ വോട്ടിന് വേണ്ടിയിട്ട് പിടിഞ്ഞറിഞ്ഞ ഒരു കാര്യമാണ്. സാധാരണക്കാരന് ബുദ്ധിമുട്ടും കഷ്ടപ്പാടേ ഉള്ളൂ. ഇനി ഗുണമുണ്ടാകാൻ പോണില്ല, ഇതോടെ തീർന്ന് സാധാരണ പ്രയാസം ഒരു ഉപയോഗമില്ല. അവർക്ക് മാത്രം അവർക്ക് സ്വന്തം കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നാട്ടുകാർക്ക് ഒന്നും ചെയ്തിട്ടില്ല നവകേരളം ഉണ്ടായെന്ന് വെച്ചാൽ. പിന്നെ കുറേ പാർട്ടിക്കാരുണ്ട്, അവരങ്ങനെ ചെയ്യുന്നല്ല, അത് വേറെ ഒന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.